ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ശ്യാം ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നീ വിചാരിച്ച എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്നില്ല. നീ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു വക്കീലാണ്, ക്രിമിനൽ വക്കീല്. നിരപരാധികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ പാപം ചെയ്തവരെ വെറുതെ വിടുന്ന ചെയ്യുന്ന നീതി മേടിച്ചെടുക്കുന്ന ക്രിമിനൽ വക്കീലാണ് ഞാൻ. അത് നീ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ശ്യാം മാധവന് ഇതൊക്കെ പുഷ്പം പോലെയാണ്. നിന്റെ ഉദ്ദേശം ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി നിന്റെ ഉദ്ദേശം എന്താന്ന്. അതുകൊണ്ട് ശ്രുതികുമാരി ലക്ഷ്മി, നീ വീട്ടിൽ പോട്ടെ, സമാധാനത്തോടെ ആലോചിക്ക്. ദേ, എന്നെ എങ്ങനെ തളർത്താന്നുള്ളത് നീ ആലോചിക്ക്. നീ വിജയിക്കുകയാണെങ്കിൽ വിജയിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ സൂക്ഷിച്ചും കണ്ണും കളിക്കണം. കാരണം ഇതേ ശ്യാം മാധവാണ്. ഭർത്താവിനെ രക്ഷിക്കണതൊക്കെ കൊള്ളാം, പക്ഷെ സ്വന്തം കാര്യം നോക്കിയിട്ട് വേണം രക്ഷപ്പെടുത്താണ്ട്. പിന്നെ എതിരെ നിൽക്കുന്നത് ഞാനാണെന്നും കൂടി നീ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്യാം സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുവാണ്. ശ്രുതിയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഒരേ ആലോചനയാട്ടോ. ശരിയാ അയാൾ പറഞ്ഞത്. അയാളെ ഒരിക്കലും നേർവഴിയിലൂടെ തോൽപ്പിക്കാൻ സാധിക്കില്ല, വളഞ്ഞ വഴി കൂടി തോൽപ്പിക്കണം. പിന്നെ അയാളൊരു തെറ്റുകാരനാണെന്നും അയാൾ മോശപ്പെട്ടവനാണെന്നും അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അങ്ങനെ പറയിപ്പിക്കാൻ എന്ത് ചെയ്യും? അതാണ് അടുത്ത കാര്യം ഞാൻ ചെയ്യേണ്ടത്. ഒരിക്കലും അയാളായിട്ട് സത്യങ്ങളൊന്നും അശ്വിൻ സാറോട് പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് അയാളെ അത് ഇങ്ങനെ പറയിപ്പിക്കാം, വളഞ്ഞ വഴി കൂടി പറയിപ്പിക്കാം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞാൻ ഇനി എത്തേണ്ടത് എന്ന് ശ്രുതി മനസ്സിലിങ്ങനെ ഉറപ്പിക്കുകയാണ്. ശേഷം അശ്വിന്റെ അടുത്തേക്ക് ശ്രുതി പോകുന്നുണ്ട്. അശ്വിനോട് പറയണ്ട, നോക്ക്, നിങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കേണ്ട കാര്യമോ കള്ളത്തരം കാണിക്കേണ്ട കാര്യമോ ഒന്നും എനിക്കില്ല. അങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ഒരു 6 മാസത്തേക്കുള്ള ഭാര്യ മാത്രമാണ് ഞാൻ. ഈ 6 മാസത്തിൽ ഞാൻ എന്ത് നേടിയെടുക്കാണ് നിങ്ങളുടെ അടുത്തുനിന്ന്? നിങ്ങൾക്ക് അത് ചിന്തിച്ചൂടെ? ഒരിക്കലും നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിലും ഒന്നും അഭിനയിക്കേണ്ട കാര്യം എനിക്കില്ല. എന്റെ മനസ്സിൽ നിങ്ങളടുത്തും നിങ്ങളുടെ വീട്ടുകാർക്ക് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ 6 മാസം ഭാര്യയായിരിക്കാം, പക്ഷെ ഞാൻ 6 മാസം ഭാര്യയാണെങ്കിലും ഇവിടുത്തെ നല്ലൊരു മരുമകളാവണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒരാളും ദ്രോഹിക്കണമെന്ന് എനിക്കില്ല. അശ്വിൻ സാറാം, സമയം കിട്ടുമ്പോൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ സ്നേഹത്തോടു കൂടി മാത്രമല്ല ഞാൻ വന്നിട്ടുള്ളൂ. പിന്നെ ശ്യാം മാധവന്റെ കാര്യം, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും. പക്ഷെ അത് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. ശ്രുതി പോയി കഴിയുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇവള് പറഞ്ഞതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇവളും അങ്ങനെ ആരെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും തനിക്കറിയാവുന്ന ശ്രുതികുമാരി ലക്ഷ്മിക്ക് പറ്റില്ല. പിന്നെ ഞാൻ കണ്ണന്ന് തെറസി കണ്ട കാഴ്ച എന്താ അത് എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ ആലോചിക്കാട്ടോ. അതൊരിക്കലും മായക്കാഴ്ചയല്ല, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. അതൊരിക്കലും ഇല്ലാത്ത കാഴ്ചയല്ല, ഉള്ള കാഴ്ചയാണ്. അപ്പൊ ഞാൻ എങ്ങനെയാ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടത്? ഇനി എന്റെ തെറ്റിദ്ധാരണയാണോ? ഞാൻ കണ്ട കാഴ്ച ഇനി അത് വെറും എന്റെ തോന്നലാണോ? ഇല്ല, ഒരിക്കലും അല്ല. ഞാൻ അത് കണ്ടത് തന്നെയാണ്. അശ്വിൻ സാരം കണ്ടതാണ് ശ്രുതികുമാരി ലക്ഷ്മി ശ്യാം മാധവ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ശ്രുതി ശ്യാമിനോട് ചോദിക്കണത് എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. എങ്കിൽ അഞ്ജലിനെ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്തൂടെ എന്ന്. അതെ, ശ്രുതി തെറ്റ് ചെയ്തിട്ടുണ്ട്, ശ്യാമും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ശ്രുതി തെറ്റ് ചെയ്യുന്നില്ല, അതെനിക്കറിയാം. പക്ഷെ അവള് മുമ്പ് ചെയ്ത തെറ്റിന് അതൊരിക്കലും ഞാൻ മറക്കത്തുമില്ല. ശ്രുതികുമാരി ലക്ഷ്മി, നീ എത്രയൊക്കെ നല്ലത് ചെയ്താലും ആ തെറ്റ് എന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മറക്കില്ല. നീ ആ തെറ്റിദ്ധാരണ മാറ്റണ വരെ എന്റെ ഉള്ളിൽ നിന്ന് അതൊരിക്കലും പോകില്ല എന്നൊക്കെ അശ്വിനും മനസ്സിൽ വിചാരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് ബാർബീനെയാണ്. ബാർബി അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചെസ്സൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകട്ടോ. ആ സമയത്താണ് പ്രീതി അടുക്കളയിൽ നിന്ന് അപ്പുറത്തേക്ക് വരുന്നത്. നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു സംഭവം കിടക്കുവാട്ടോ. ഇതെന്താ സംഭവം എന്നറിയാതെ ശ്രുതി നിലത്തുന്നിട്ട് ഒരു കഷ്ണം പേപ്പർ പോലത്തെ കഷ്ണമാണ്. അത് നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയല്ല പ്രീതി ഞെട്ടിപ്പോകുകയാണ്. നോക്കുമ്പോൾ ബാർബി ഇന്നലെ കയ്യിൽ ഒട്ടിച്ചു വെച്ച ആ ഒരു പ്ലാസ്റ്റർ ആണ് കേട്ടോ. ഓഹോ, അപ്പൊ അവള് എന്നെ വഴക്ക് കൊള്ളിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. എന്നാലും ഇവൾ എന്താ ഇങ്ങനെ ചെയ്യണത്? അത് എന്റെ അടുത്ത് മാത്രം, വേറെ ആരോടും ഒരു കുഴപ്പമില്ലല്ലോ. ചിലപ്പോ ആകാശേട്ടനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹമായിരിക്കും എന്നെ ആകാശേട്ടൻ സ്നേഹിക്കുന്നത്. അവൾക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും. എന്നാലും കുഞ്ഞു പിള്ളയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. എന്തായാലും ഇത് അവളത് ചോദിച്ചേ പറ്റൂ. അവൾ എങ്ങനെയെങ്കിലും മെരുക്കിയെടുത്തേ പറ്റൂ. ആകാശേട്ടനെ സ്നേഹിക്കുന്ന ബാർബി എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ വേറൊന്നും ആകാശേട്ടനെ വേണ്ട, ബാർബിക്ക് വേറൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ പ്രീതി ബാർബി ആയിട്ട് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാം, ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ബാർബിയുടെ അടുത്തേക്ക് പോവാണ്. മോളെ ബാർബി എന്ന് പറഞ്ഞ് വിളിക്കുവോ? എന്താ കാര്യം? എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത്? അതെ, ബാർബിയുടെ കയ്യിൽ ഇന്നലെ ഒരു പ്ലാസ്റ്റർ ഉണ്ടായാലോ, എന്തോ ഞാൻ ഉണ്ടിട്ടപ്പോ തള്ളി പൊട്ടിയതാണെന്നോ, കൈ പൊട്ടിയെന്നോ കാല് പൊട്ടിയെന്നോ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാസ്റ്റർ ഉണ്ടായാലോ. ആ പ്ലാസ്റ്റർ എവിടെ? അത് അത് കുളിച്ചപ്പോ പോയതായിരിക്കും. കുളിച്ചപ്പോ പോയതെന്നല്ല, കൈന്ന് പറഞ്ഞു പോയതാണ്. ഇതല്ലേ പ്ലാസ്റ്റർ?
ബാർബിയുടെ കൈക്ക് ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾ തന്നെ എന്റെ കയ്യിൽ അത് ഒട്ടിക്കണം, എന്റെ കൈക്ക് മുറിവുണ്ട് എങ്കിൽ ഞാൻ തന്നെ അത് ഒട്ടിച്ചരാം. വേണ്ട, നിങ്ങൾ അത് ഒട്ടിച്ചരണ്ട, എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം, അല്ലെങ്കിൽ എന്റെ ആകാശേട്ടൻ അറിയാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്റെ ആന്റി ഉണ്ട്, ആന്റിക്ക് അറിയാം, നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട. ഒരു ആകാശേട്ടന്റെ ബെറ്റർ ഹാഫ് വന്നിരിക്കുന്നു, നിങ്ങൾ ആ പ്ലാസ്റ്റർ എനിക്ക് തരുന്നുണ്ടോ? ഇല്ല, ഞാൻ തന്നെ ഇത് ബാർബി മോളുടെ കയ്യിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ എല്ലാവരും വിളിക്കാം, എല്ലാവരുടെ മുമ്പിൽ വേണമെങ്കിൽ ബാർബി മോൾ ഒട്ടിച്ചോ. അപ്പൊ നിങ്ങൾ അതിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുവാണല്ലോ ഇതൊക്കെ. ഒരിക്കലും എനിക്ക് ബാർബിനെ തോൽപ്പിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. എനിക്ക് ബാർബി മോളെ ഒത്തിരി ഇഷ്ടമാണ്. ആകാശയുടെ മോളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാനും മോളെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ എന്നെയും ആകാശങ്ങളിലെയും വേറെ വേറെ ആക്കാൻ വേണ്ടി നോക്കുകയാണ്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇല്ല, എല്ലാം എന്റെ ആകാശങ്ങളാണ്, പിന്നെ ഈ വീട്ടിലെ എല്ലാവരുമാണ്. പക്ഷെ നിങ്ങൾക്കത് സഹിക്കുന്നില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അനിയത്തിക്കും അങ്ങനെ തന്നെയാണ്. എന്താ മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എല്ലാം മോളുടെ തെറ്റിദ്ധാരണയാണെന്ന് പറയുമ്പോൾ വേണ്ട, നിങ്ങൾ എനിക്ക് ആ പ്ലാസ്റ്റർ തരണ്ട, ഒന്നും തരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ബാർബി അവിടുന്ന് പോവാണ്. പ്രീതിക്കും ആകെ വിഷമമാട്ടോ. എന്താ ഈ കുട്ടി ഇങ്ങനെ? പിള്ളേരുടെ ഇതോ മനസ്സോ അല്ലെങ്കിൽ പിള്ളേരുടെ ഒരു പക്വതയോ ആ ഒരു കൊഞ്ചലോ കുഴയലോ ഒന്നും തന്നെ ഈ കുട്ടിക്കില്ല. എന്തോ വലിയ ക്രിമിനൽ പോലെയാണല്ലോ ഈ കുട്ടി സംസാരിക്കുന്നത് എന്ന രീതി പ്രീതിക്കും വല്ലാതെ വിഷമമാട്ടോ. ബാർബി അങ്ങനെ റൂമിൽ പോയിട്ട് ആലോചിക്കുകയാണ്, ഇവർക്കൊരു പണി കൊടുക്കണം, അതിനൊരു പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ തന്നെ വിചാരിക്കുകയാണ്. ആ സമയത്താണ് പ്രീതി നമ്മുടെ മനോരമയ്ക്ക് ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ബാർബി ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, ഓഹോ, അപ്പൊ അവര് മനോരമാന്റെ സോപ്പിടാൻ വേണ്ടി മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണല്ലേ, ശരി, അവിടെ കൂടെ നിന്നിട്ട് ഒരു പണി കൊടുക്കണം എന്ന് ബാർബി മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അല്ല, എന്താ ആകാശങ്ങളിലെ ബെറ്റർ ഹാഫ് ആലോചിക്കണത്? അതെ, മനോരമാന്റെ മൊബൈൽ പോയില്ലേ, അപ്പൊ ഒരു പുതിയ മൊബൈൽ മേടിച്ചെടുത്താലോ ആലോചിക്കുകയാണ്. ഓ, അത് കൊള്ളാലോ, ഞാനും സഹായിക്കാം. ആഹാ, മോൾക്കപ്പനോട് പിണക്കൊന്നുമില്ലേ? ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നിൽക്കുകയാണ്. പക്ഷെ കൂടെ നിൽക്കണ വേറെ ഒന്നിനല്ല, ആ മൊബൈല് നിലത്തിട്ട് പൊട്ടിക്കാൻ വേണ്ടിട്ടോ. അങ്ങനെ പൊട്ടിക്കുകയും ചെയ്യും. എന്നിട്ട് അതും പ്രീതിയുടെ തലയിൽ തന്നെ ബാർബി ഇടും. അതേസമയം നമ്മുടെ അശ്വിനാണെങ്കിൽ രാത്രി ഉറക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശ്രുതിനെ കുറിച്ച്. ശ്രുതി എന്നാലും പറഞ്ഞതൊക്കെ സത്യമായിരിക്കോ? അവൾ എന്നെ ചതിച്ചിട്ടുണ്ടാവില്ലായിരിക്കോ? അവളിനി സ്നേഹിച്ചത് എന്നെ തന്നെ ആയിരിക്കോ? അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ശ്യാം, ഞാൻ കണ്ട കാര്യങ്ങൾ ഇല്ല, എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് തല വേദനിക്കുക. എനിക്കിവിടെ ഇനി നിൽക്കാൻ പറ്റില്ല. എനിക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറി നിന്നേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് അശ്വിൻ മനസ്സിലോർക്കാണ്. അങ്ങനെ അശ്വിൻ കമ്പനിയിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ ഒരു പ്രൊജക്ട് ഉണ്ടല്ലോ, അത് ലണ്ടനിൽ പോയിട്ടല്ലേ പ്രസന്റ് ചെയ്യേണ്ടത്, ഞാൻ തന്നെ പോകാം എന്ന് പറയുമ്പോൾ സ്റ്റാഫ് പറയണ്ടല്ല, സാറ് എന്നോടും അതുപോലെ തന്നെ ഇവിടുത്തെ പേരെടുത്തും പോകാനല്ലേ പറഞ്ഞത്. വേണ്ട, നിങ്ങൾ പോകണ്ട, ഞാൻ പോയിക്കോളാം. സാറ് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പോയിട്ട് ആ ഫയൽ കൊടുക്കേണ്ട കാര്യം മാത്രമല്ലേ ഉള്ളൂ. വേണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ, ഞാൻ പോയിക്കോളാം എന്നൊക്കെ അശ്വിൻ പറയണം. അങ്ങനെ അശ്വിൻ മനഃപൂർവ്വം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒന്ന് കുറച്ചു ദിവസത്തേക്ക് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി തന്നെ അശ്വിൻ അങ്ങനെ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവാട്ടോ. ശ്രുതിയുടെ അടുത്ത് ഒന്നും പറയാതെ. ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ശ്യാമിനെ കൂടെ തന്നെ സത്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി നോക്കണം. പക്ഷെ ശ്യാമ് ജന്മം ചെയ്ത സത്യങ്ങൾ പറയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുവാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല നല്ല ഭാഗങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോണത്. എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡ് ആയിരിക്കും. എന്തായാലും ഈ ആഴ്ച ഫുള്ള് ഇങ്ങനെ തന്നെ സ്ലോ തന്നെയൊക്കെ പോണത്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ വരും. ലണ്ടൻ യാത്രയും ഒക്കെ മുടങ്ങി കഴിയുമ്പോഴും കുറച്ചൊരു നല്ല രീതിയിൽ എപ്പിസോഡ്സ് പോകണം കേട്ടോ. അപ്പൊ അതുവരെ ചെറിയൊരു ഡിലേ ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.